കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിസി റദ്ദാക്കി. സീരിയൽ നമ്പരും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പുമില്ലാതെ ബാലറ്റ് പേപ്പർ നൽകിയത് ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാറ്റലൈറ്റ് ക്യാമ്പസുകളിലെ യൂണിയനുകളുടെ പ്രവർത്തനം തൽക്കാലം തടയാനും നിർദ്ദേശം നൽകി. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്? പിന്നെ കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായത്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ സംഘർഷം ഉണ്ടായത്. ഇതിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചത് ബാലറ്റ് പേപ്പറിൽ ക്രമ നമ്പർ നൽകിയിരുന്നില്ല, അതോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പുണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഒരു സംഘർഷത്തിൽ കലാശിച്ചത്. ഇതാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നടപടി ഉണ്ടായിട്ടുള്ളത്. വൈസ് ചാൻസലർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സാറ്റലൈറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായതാണ്. അതുകൊണ്ട് തന്നെ അവിടെ യൂണിയനുകളുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വൈസ് ചാൻസലറെ തൃശ്ശൂരിലേക്ക് വിളിപ്പിക്കുകയും വൈസ് ചാൻസലറെ കാണുകയും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഒരു നടപടി സർവകലാശാല വൈസ് ചാൻസലർ എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായ സാഹചര്യത്തിൽ അവിടുത്തെ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കാനും വൈസ് ചാൻസലർ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഉത്തരവാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്.